നമസ്കാരം. മീഡിയ വൺ ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചക്കിട്ടപ്പാറയിൽ ഖനനാനുമതിക്കായി എളമരം കരീമിന്റെ വിശ്വസ്തൻ നൌഷാദ് 5 കോടി രൂപ കോഴ വാങ്ങിയെന്ന് ഡ്രൈവർ സുബൈർ പെൺവാണിഭ കേസിലെ പ്രതിയെന്ന എളമരം കരീം. നൌഷാദ് 56 ഏക്കർ ഭൂമി തട്ടിയെന്ന ആരോപണം. നൌഷാദുമായുള്ള ക്വാറി ബിസിനസിൽ പങ്കാളിയായത് എളമരം കരീം പറഞ്ഞിട്ടെന്ന ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PP മൊയ്തീൻകുട്ടി. മറുപടി പറയേണ്ടത് എളമരം കരീമെന്ന് VS സുനിൽകുമാർ MLA. ഇരുവരുടെയും പ്രതികരണം മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിൽ. ഒമാനിൽ സെയിൽസ്മാൻ തസ്തികയിലും 6 മാസത്തെ വിസ നിരോധം. ഡിസംബർ 1 മുതൽ സെയിൽസ് പേഴ്സൺ തസ്തികകളിൽ പ്രവാസികൾക്ക് പുതിയ വിസ നൽകില്ലെന്ന് തൊഴിൽ മന്ത്രാലയം. കുവൈത്തിൽ അവിവാഹിതർക്കുള്ള താമസ നിബന്ധന കർക്കശമാക്കുന്നു. കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെ അവിവാഹിതർക്ക് സിവിൽ ID തടയാൻ നീക്കം. താമസ വിലാസം മാറ്റുന്നവരെ സിവിൽ ID നൽകില്ലെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി. ദുബൈയിലെ സ്വദേശികൾക്കും താമസക്കാർക്കും സന്ദർശകർക്കും അടുത്ത വർഷം മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധം. നിയമത്തിന് UAE പ്രധാനമന്ത്രിയുടെയും ദുബൈ ഭരണാധികാരിയുടെയും അംഗീകാരം. ഇതോടെ ദുബൈയിലെ 30 ലക്ഷം പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ. ഇന്ത്യൻ വിമാന കമ്പനി ജെറ്റ് എയർവേസുമായി ധാരണയിലെത്താനുള്ള തീരുമാനം കുവൈത്ത് എയർവേസ് റദ്ദാക്കി. തീരുമാനം അടിയന്തര ഡയറക്ടർ ബോർഡ് യോഗത്തിൽ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ 1-ാം പ്രതി കോഴിക്കോട് ആരാമ്പ്രം സ്വദേശി ഷഹബാസിനെ എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 30 വരെ DRIയുടെ കസ്റ്റഡിയിൽ വിട്ടു. സ്വർണ്ണക്കടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ഷഹബാസിനെ കസ്റ്റഡിയിൽ വേണമെന്ന DRIയുടെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങിയ മലബാർ ഗോൾഡ് കോഴിക്കോട് യൂണിറ്റ് ഡയറക്ടറെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജ്വല്ലറി ഗ്രൂപ്പിന്റെ കോഴിക്കോട് യൂണിറ്റ് ഡയറക്ടർ അഷ്റഫിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി DRI അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഈ മാസം 30 വരെയാണ് ഷാബാസിനെ കസ്റ്റഡിയിൽ വിട്ടത്. ഷാബാസിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മലബാർ ഗോൾഡ് കോഴിക്കോട് യൂണിറ്റ് ഡയറക്ടർ അഷ്റഫിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി DRI അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ചോദ്യം ചെയ്തപ്പോൾ 10 കിലോ സ്വർണം ഷാബാസിൽ നിന്ന് വാങ്ങിയതായി അഷ്റഫ് സമ്മതിച്ചതായും DRI കോടതിയെ അറിയിച്ചു. ഭരണമുന്നണിയിലെ പ്രമുഖരുടെ സഹായം കരിപ്പൂർ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നതുൾപ്പെടെയുള്ള വിശദമായ റിപ്പോർട്ടും ഇന്ന് DRI കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കേസിലെ 4ഉം 5ഉം പ്രതികളായ റാഹില ഹിറോമോസ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാക്കിയ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. പ്രതികൾക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷകൻ MK ദാമോദരനാണ് ഹാജരായത്. മീഡിയ വൺ കൊച്ചി. രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇതിന് പിന്നിലെന്ന് DRI തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറികൾക്കടക്കം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്നും DRI സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നു കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ജോർജ് ജോസഫ്. ഒപ്പം ടെലിഫോൺ ലൈനിൽ ദുബൈ ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ സണ്ണി ചിറ്റിലപ്പള്ളി, കസ്റ്റംസ് സൂപ്രണ്ട് സെയ്ദ് മുഹമ്മദ്, അഡ്വക്കേറ്റ് ഉദയബാനോ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ DRI എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ഉദയബാനുവിലേക്ക്. ശ്രീ ഉദയബാനു, ഇപ്പോൾ DRI സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ, അതുപോലെ പ്രമുഖ ജ്വല്ലറികൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധം, ഇത് സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ DRIക്ക്? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പരിമിതമായിട്ടുള്ള സാങ്കേതിക പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം വെളിപ്പെടുത്താം. ഞങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ വളരെ പൂർണ്ണമായതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ആളുകളെ പ്രതിയാക്കി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു സ്വർണ്ണ സ്ഥാപനത്തിന്റെ ഒത്തിരി കേരളത്തിലും പുറത്തും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമയെ, ഒരു ഡയറക്ടറെ പ്രതിയാക്കി എന്ന് കോടതിയിൽ ഞങ്ങൾ റിപ്പോർട്ട് ഫയൽ ചെയ്യുകയുണ്ടായി. അത് കൃത്യമായി കിട്ടിയ തെളിവിന്റെയും വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. ശ്രീ ഉദയബാനു, ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ജ്വല്ലറി ഗ്രൂപ്പുകളിലുള്ളവർക്ക് കൃത്യമായ തെളിവുകളുണ്ട് എന്ന് ഈ പിടിക്കപ്പെടുന്നവർ വളരെ മുമ്പ് തന്നെ നിങ്ങൾക്ക് മൊഴി നൽകിയിട്ടുള്ളതാണ്. അത്തരത്തിൽ കൃത്യമായ തെളിവുകൾ, ഇവരുടെ ബന്ധം സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ ഇവരുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. സണ്ണി ചിറ്റിലപ്പള്ളി ചേരുന്നു. സണ്ണി ചിറ്റിലപ്പള്ളി, മുമ്പും നമ്മൾ ഇതേ വിഷയത്തിൽ നടത്തിയ ചർച്ചയിൽ മറ്റ് ഒരു ജ്വല്ലറി ഗ്രൂപ്പിന്റെ പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞിരുന്നു, ഇപ്പോൾ പിടിക്കപ്പെടുന്നവർ വെറും പരൽമീനുകൾ മാത്രമാണ്, വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പിടികിട്ടാതിരിക്കുന്നു, അവർ വളരെ വിദഗ്ധമായി സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നു, അത് ഒരുപക്ഷെ
എയർപോർട്ടുകളിലൂടെയല്ല കണ്ടെയ്നർ കണക്കിന് സ്വർണം കേരളത്തിലേക്ക് കടത്തുന്നുണ്ട്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അത് വെറും പരൽ മീനുകൾ മാത്രമാണ് എന്ന അഭിപ്രായം ഇപ്പോൾ താങ്കൾക്കുണ്ടോ? എനിക്ക് ഉണ്ട്. കാരണം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ലാഭം കൂടുമ്പോ കള്ളക്കടത്ത് കൂടും. അപ്പൊ ഗവൺമെന്റ് ലാഭം കുറയ്ക്കണമെന്ന് വെച്ചാൽ ഡ്യൂട്ടി കുറയ്ക്കണം. അത് കുറയ്ക്കാത്തോടത്തോളം കാലം പലതരത്തിലുള്ള മാർഗങ്ങളിൽ കൂടെ സ്വർണ്ണം കടത്താൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉന്നതർ പിടിയിലാകുന്നു. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ പിടിയിലാകുന്നു, കൂടുതൽ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ സാമ്പത്തികമായി തന്നെ സാമ്പത്തിക രംഗത്ത് വലിയ ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത്? സാമ്പത്തിക നയത്തിൽ തന്നെയുള്ള ഒരു മാറ്റം, സ്വർണ്ണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റമല്ലേ ഈ അവസരത്തിൽ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത്? അല്ല, ഇത് സാമ്പത്തിക മേഖലയിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒന്ന് ഞാൻ വിശദമാക്കി അതിൻ്റെ ഓരോ ഇത് ഞാൻ പറയാം. ഒന്ന്, നമുക്ക് തീർച്ചയായിട്ടും ഇത് റവന്യൂ നഷ്ടം സംഭവിക്കുന്നു. കാരണം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടേണ്ടിയിരിക്കുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ഇറക്കുമതി തീരുവ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നഷ്ടമാവുന്നു. മറ്റൊന്ന്, അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പണം അല്ലെങ്കിൽ സ്വർണം മൂല്യമുള്ള വസ്തുവാണ്. അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള സ്വർണം അഥവാ പണം നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ഈ പണം കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഈ സ്വർണം കടന്നു വരുമ്പോൾ അത് ഇന്ത്യയിലെ കള്ളപ്പണത്തിൻ്റെ തോത് അല്ലെങ്കിൽ പാരലൽ ഇക്കോണമി, സമാന്തരമായി പ്രവർത്തിക്കുന്ന ഇക്കോണമി കൂടുതൽ കരുത്താർജിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഗവൺമെൻറ് വിപണിയിൽ, മാർക്കറ്റിൽ, സാമ്പത്തിക രംഗത്ത് പല രീതിയിൽ ഗവൺമെൻറ്റും റിസർവ് ബാങ്കും ഇടപെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലങ്ങൾ കാണാത്ത ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് 10-12 തവണയായിട്ട് നമ്മുടെ പലിശ നിരക്ക്, റെപ്പോ നിരക്കും റിവേഴ്സ് റെപ്പോ നിരക്കും ഒക്കെ ഉയർത്തി നോക്കി പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്കിലും അതൊന്നും തന്നെ വിപണിയിൽ ഏശാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതിൻ്റെ എല്ലാം കാരണം പല രീതിയിലുള്ള അൺഅക്കൗണ്ടഡ് മണി നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ശക്തമായ ദൃഷ്ടാന്തമാണ് വൻതോതിലുള്ള സ്വർണത്തിൻ്റെ കള്ളക്കടത്ത് വരുന്നത്. ഇത് നയങ്ങളെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തീരുവ കുറയ്ക്കണമെന്ന് പറയുന്നത് മറ്റൊരു ന്യായീകരണം മാത്രമാണ്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കുറച്ച് നേട്ടം ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന ന്യായീകരണമാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഡ്യൂട്ടി ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടായത്? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുതിച്ചുയർന്നു. രൂപയുടെ തകർച്ച, രൂപയുടെ മൂല്യത്തകർച്ച വളരെ ശക്തമായ രീതിയിൽ വന്നു. ഡോളർ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. ആ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉയരാൻ കാരണം 750-800 ടൺ സ്വർണം രാജ്യത്തിനകത്തേക്ക് ഇറക്കുമതിയായി കടന്നു വന്നപ്പോഴാണ്. അപ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു ഘട്ടത്തിൽ വന്നപ്പോഴാണ് തീരുവ ഉയർത്താനിടയായ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഇറക്കുമതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ കള്ളക്കടത്ത് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നയങ്ങളിലൊരു തിരുത്തൽ വരുത്താൻ കഴിയില്ല. അത് അത്യന്തം ഒരു അപകടകരമായ രീതിയിലേക്ക് പോകും. പക്ഷേ കള്ളക്കടത്തിന് വളരെ കർശനമായിട്ട് ശക്തമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള സംവിധാനങ്ങൾ എയർപോർട്ടിലും തുറമുഖങ്ങളിലും എല്ലാം ഉണ്ട്, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. സയ്യിദ് മുഹമ്മദ് ചേരുന്നു. ശ്രീ സയ്യിദ് മുഹമ്മദ്, ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അതിൽ ഏറിയ പങ്കും ഇത്തരത്തിൽ എയർപോർട്ടുകളിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സമീപകാലവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ പിടിക്കപ്പെടുന്നു. പക്ഷേ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. വളരെ മുമ്പ് തന്നെ സ്വർണം കടത്തുന്നുണ്ട് എന്ന് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെ മൊഴി നൽകിയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് കുറെ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ വേണ്ടിയിരുന്നില്ലേ? പല കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം ഇതിൽ പ്രതികളായിട്ട് പുറത്തു വരികയും ചെയ്യുന്നു. എന്തുകൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായി ഈ വിഷയത്തിൽ? ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥന്മാർ ജാഗരൂകരായത് കൊണ്ടാണ് ഈ കള്ളക്കടത്ത് വർദ്ധിക്കുന്ന സമയത്ത് ഫലപ്രദമായി പിടികൂടാനും അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും കഴിയുന്നു. ഇപ്പോൾ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടോ എയർപോർട്ടുകളിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്? പരിശോധനകൾ എപ്പോഴും നടന്നിരുന്നു. പതിവനുസരിച്ചുള്ള പരിശോധനകളും സംശയാസ്പദമായ സാഹചര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പരിശോധനയും ഇപ്പോഴും നടക്കുന്നുണ്ട്. ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെയെങ്കിലും ഒത്താശ ഇതിന് പിന്നിലില്ലേ? അല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് എയർപോർട്ടുകളിലൂടെ കടത്തും എന്ന് അടക്കം ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. ഇത്തരത്തിൽ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥരുടെ ഒന്നും ചെറിയ രീതിയിലുള്ള സഹായമെങ്കിലും ഇല്ലാതെ ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് നടത്താൻ സാധിക്കുമോ ഇവർക്ക്?
കള്ളക്കടത്ത് നടത്താൻ ഉദ്യോഗസ്ഥരുടെ സഹായം വേണമെന്നില്ല. പക്ഷേ ഏത് നിയമവ്യവസ്ഥയിലും എന്ന പോലെ തന്നെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലും അപൂർവമായി ഇത്തരം ആളുകളോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവാം. തിരിച്ചു വരാം താങ്കളേക്ക്. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള ആൾ ഇപ്പോൾ ഷഹബാസ് അടക്കം നൽകിയ മൊഴി മലബാറിലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിന് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ട്, ഒരു ജ്വല്ലറി ഗ്രൂപ്പിന് ബന്ധമുണ്ട്, അത്തരത്തിൽ ജ്വല്ലറി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, സിനിമാ ബന്ധങ്ങളുണ്ട്, ആ രീതിയിലൊക്കെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടോ അത്തരം മേഖലകളിലേക്ക് അടക്കം? പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ എല്ലാ ആസ്പെക്റ്റുകളിലും അത് അവർ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണോ യഥാർത്ഥത്തിൽ പറഞ്ഞതാണോ എന്നെല്ലാം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് ആരെയെങ്കിലും ഫിക്സ് ചെയ്യത്തക്ക രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിപട്ടികയിൽ ചേർക്കുന്ന രീതിയിലേക്കുള്ള തെളിവുകളോ വെളിപ്പെടുത്തലുകളോ ലഭിച്ചിട്ടില്ല. ഇപ്പോ നമ്മൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ DRIയുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടോ? ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ പേരുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു സമ്മർദ്ദമുണ്ട്, പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമുണ്ട് എന്ന് പല കോണുകളിൽ നിന്ന് വാർത്തകൾ വരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടോ ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ? ഇപ്പോഴെന്നല്ല, ഒരു കാലത്തും DRIയുടെ മേലിൽ ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ഒരു സമ്മർദ്ദത്തിനും വഴങ്ങി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയായിട്ട് DRIക്ക് ഒരു ട്രാക്ക് റെക്കോർഡും ഇല്ല. DRIയുടെ ഈ അന്വേഷണത്തിൽ തന്നെ ഒരു തരത്തിലുള്ള ഇടപെടലും മറ്റൊരു ഭാഗത്തുനിന്നും വന്നിട്ടില്ല. രാഷ്ട്രീയമായി ബന്ധമുള്ളോ സാമ്പത്തികമായി ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ടാണല്ലോ DRI ഇടപെട്ട് വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വിനിമയം നടത്തുന്ന ആളുകൾ, ഉന്നത സാമ്പത്തിക ബന്ധങ്ങളുള്ള ആളുകൾ, അവരുടെ രഹസ്യ ഏർപ്പാടുകൾ വരുമ്പോഴാണ് DRIയുടെ അന്വേഷണ പരിധിയിലേക്ക് തന്നെ വലവീശി വരുന്നത്. അപ്പൊ അത്തരം ആളുകളൊക്കെ ഇതിനു മുമ്പും അന്വേഷണത്തിൽ വിധേയമായിട്ട് പോയിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളോ സാമ്പത്തികമായിട്ടുള്ള ഔന്നിത്യങ്ങളോ ഒന്നും തന്നെ DRIയുടെ അന്വേഷണത്തെ ഒരു ലെവലേശം പോലും മേശാറില്ല. അഡ്വക്കേറ്റ് ഉദയഭാനു, ഞങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രമുഖരായിട്ടുള്ള ജ്വല്ലറി ഉടമകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പിടിക്കപ്പെടുന്നത് വെറും പരൽമീനുകൾ മാത്രമാണ്, അവർ കടത്തുന്ന ചെറിയ ആളുകൾ, വെറും ഇടനിലക്കാർ മാത്രമാണ് ഇപ്പോൾ പിടിയിലാകുന്നത്. കണ്ടെയ്നർ കണക്കിന് സ്വർണം കേരളത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തുന്നു. ഇത് ആഗോളതലത്തിൽ തന്നെ വ്യാപിച്ചിട്ടുള്ള വലിയൊരു ശൃംഖലയാണ്. ആ ശൃംഖലയുടെ ചെറിയൊരു കണികയെങ്കിലും ഇപ്പോൾ തൊടാൻ സാധിച്ചു അന്വേഷണ സംഘത്തിന് എന്ന് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? അങ്ങനെയുള്ള ഒരു ഇന്റലിജൻസ് ഔട്ട്പുട്ട് ഒന്നും തന്നെ DRIക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ സമീപകാലത്താണ് ഈ സ്വർണത്തിലേക്കുള്ള ഒരു ഒഴുക്ക് വന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഗോൾഡ് കൺട്രോൾ ആക്ട് നിലവിലുണ്ടായിരുന്ന അവസരത്തിലെല്ലാം ടൺ കണക്കിന് കപ്പലിന്റെ ഒരു കണക്കിനെല്ലാം കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. അതിന്റെ സീസണും നടത്തിയിട്ടുണ്ട്. പക്ഷെ സമീപകാലത്ത് ഇത് വർദ്ധിക്കാനുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചതെല്ലാം പോലെ തന്നെ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് പുതിയ ആളുകൾ ഈ രംഗത്ത് വരുന്നുണ്ട്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒറ്റയ്ക്കും വരുന്ന ആളുകളുണ്ട്. ഇതൊന്നും തന്നെ ഏതെങ്കിലും റാക്കറ്റുകളുടെ ഭാഗമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ കുഴൽപ്പണക്കാര് പുതിയ രൂപത്തിൽ മറ്റൊരു ബിസിനസ് ചെയ്യുന്നു. പണ്ട് അവർ ചെയ്തിരുന്ന മയക്കുമരുന്നായിരുന്നുവെങ്കിൽ ഇപ്പൊ സ്വർണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതും അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട ആളുകളാണെങ്കിലും ഇപ്പൊ സ്വർണത്തില് ലാഭം കൂടുതലുള്ള ഒരു മേഖല എന്ന നിലയിലായിരിക്കാം സ്വർണത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ കൊണ്ടുവരാനുള്ള എളുപ്പമുണ്ട്. ഇതെല്ലാം അവരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. തിരിച്ചു വരാം. ശ്രീ സണ്ണി ചിറ്റിലപ്പള്ളി, ഇപ്പോൾ പ്രമുഖമായിട്ടുള്ള ഒരു ജ്വല്ലറിയിൽ റെയ്ഡ് നടന്നു. അവർ പറയുന്നത് ഏജൻസിയുടെ അടുത്ത് നിന്ന് ഇത് അനധികൃതമായി കടത്തിയ സ്വർണമാണോ എന്നറിയാതെ തങ്ങൾ വാങ്ങി എന്നാണ്. ഇത്തരത്തിൽ നിങ്ങളടക്കമുള്ള ജ്വല്ലറി ഉടമകൾ, ജ്വല്ലറിക്കാർ സ്വർണം വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ഇത് അനിയന്ത്രിതമായി വന്നതാണോ എന്ന തരത്തിൽ നിങ്ങൾക്കറിയാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഞാൻ 42 വർഷമായി ദുബായിലാണ്. എനിക്ക് നാട്ടിൽ സ്വർണ്ണക്കടയില്ല. പിന്നെ ലാഭം കൂടുമ്പോൾ കള്ളക്കടത്ത് കൂടുന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാഭം കുറയ്ക്കാന്നുള്ളതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. പിന്നെ നാട്ടിലെ സ്വർണ്ണക്കടക്കാരും മേടിക്കുമ്പോൾ കള്ളമുതലാണോ കള്ളക്കടത്താണോ എന്നുള്ളത് അവര് വെരിഫൈ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. അത്തരം വെരിഫിക്കേഷൻ നടത്താനുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് നിങ്ങളുള്ളത്? ഏതൊക്കെ രീതിയിലാണ് ഇത് വെരിഫൈ ചെയ്യാൻ പറ്റുക? അതിപ്പോ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചുള്ള പേപ്പർ ആണെങ്കിൽ കസ്റ്റംസ് പേപ്പർ ഉണ്ടാവും. ഒരു കിലോ ബാർ ആണെങ്കിൽ ആ കിലോ ബാറിന് അതിന്റെ നമ്പർ വെച്ച് കസ്റ്റം ഡ്യൂട്ടി അടച്ച പേപ്പർ കാണും. അപ്പൊ ആ പേപ്പർ ഇല്ലെങ്കിൽ അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഗോൾഡ് ആണ്, അനധികൃതമായി വന്നതാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പോ ഈ കള്ളക്കടത്തുകാരെ പിടിച്ചപ്പോ ചോദ്യം ചെയ്തപ്പോ DRI
ചെയ്തത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അവർ അന്വേഷിച്ചു, അവർ കൊണ്ടുവരുന്ന സ്വർണം എവിടെ കൊടുക്കുന്നു, അതൊരു ശരിയായ നല്ല കാര്യമാണ്. കാരണം സ്വർണം കൊണ്ടുവന്നാൽ അത് വിൽക്കണം, അത് ഒരിക്കലും സ്റ്റോർ ചെയ്യില്ല. അപ്പോ അത് DRI ചെയ്തത് വളരെ നല്ലതാണ്, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. തിരിച്ചു വരാം താങ്കളേക്ക്. ശ്രീ സയ്യിദ് മുഹമ്മദ്, ഇപ്പോൾ ഒരു പ്രമുഖ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട അന്വേഷണം വരുന്നു. അതും സ്വർണം കൈമാറിയത് ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ കേരളത്തിലടക്കം സ്വർണം കൈമാറ്റം ചെയ്യുമ്പോൾ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കത് അന്വേഷിക്കുകയും അത് പിടികൂടുകയും ചെയ്യാം. ഒരുപക്ഷെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് തന്നെ ഇത്തരത്തിലുള്ള കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട ജ്വല്ലറികൾ തന്നെ. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി സ്വർണം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കള്ളക്കടത്ത് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ കടത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അതിന് അടയ്ക്കേണ്ടതായ ഡ്യൂട്ടി അടക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു നിയമവിരുദ്ധമായ പ്രവൃത്തിയായിട്ട് മാറുന്നത്. ഇന്ത്യക്ക് വെളിയിൽ ഒരാൾ സ്വർണം വാങ്ങുകയോ സ്വർണം വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഇന്ത്യയുടെ നിയമമനുസരിച്ച് കുറ്റകരമായി കണക്കാക്കാൻ കഴിയും. ഇപ്പോൾ എയർപോർട്ടുകളിലടക്കം എന്തൊക്കെ പരിശോധനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? എയർ ഹോസ്റ്റസ് അടക്കമുള്ള ആളുകൾ പിടിയിലാക്കപ്പെടുന്നു. കൂടുതലായും സ്ത്രീകളെ ഇതിന്റെ വാഹകരായി ഉപയോഗിക്കുന്നുണ്ട്. വിവിധ ശ്രീലങ്കക്കാരടക്കം പിടിയിലാകുന്നുണ്ട്. വ്യാപകമായ രീതിയിൽ സ്വർണം കടത്തുന്നതായുള്ള വാർത്തകൾ ദിനേന പുറത്തു വരുന്നു. സുരക്ഷ കർശനമാക്കിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നിർബാധം തുടരുന്നു? ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ ലാഭകരമായ അല്ലെങ്കിൽ മാറിയ പരിസ്ഥിതിയിൽ നിലവിലുള്ള നിയമ സാഹചര്യങ്ങളിൽ സ്വർണം ഡ്യൂട്ടി കൊടുക്കാതെ കടത്തിക്കൊണ്ടുവരുന്നത് വളരെ ലാഭകരമാണ് എന്ന് കാണുന്നത് കൊണ്ടാണ് കള്ളക്കടത്ത് വർദ്ധിക്കുന്നത്. അല്ലാതെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ എന്തെങ്കിലും പിഴവോ പോരായ്മയോ വീഴ്ചയോ കൊണ്ടല്ല. ഇപ്പോൾ പിടികൂടുന്നവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എയർ ഹോസ്റ്റസ് അടക്കമുള്ള എയർപോർട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ വരുന്നു. ഒരുപക്ഷെ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പമാണ്. അവിടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണകളുണ്ട്. ഒരുപക്ഷെ ഉദ്യോഗ സംവിധാനമടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളക്കടത്ത് നടക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ അവസാനിപ്പിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരിലും ഇത്തരത്തിലുള്ള ബോധവൽക്കരണവും അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തേണ്ടതില്ലേ ആദ്യമായി തന്നെ? പരിശോധനകൾ കർക്കശമാക്കുക എന്നുള്ളത് എളുപ്പമായ ഒരു നടപടിയാണ് എന്ന് തോന്നാമെങ്കിൽ പോലും കുറച്ചുകൂടി ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള നടപടികൾ. ഉദാഹരണത്തിന് ആളുകളുടെ മനോഭാവത്തിലുള്ള മാറ്റം, സ്വർണത്തോടുള്ള അമിതമായ ഭ്രാന്ത്, നിലവിലെ നിയമ സംവിധാനങ്ങളെ വിലവയ്ക്കാതെ കൊണ്ടുവരുന്നത് അന്തസ്സാണെന്ന് കാണുന്ന ഒരു മനോഭാവം, കള്ളക്കടത്തിൽ ഏർപ്പെടുന്നത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ള തോന്നൽ യുവജനങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് ഈ ചില പ്രത്യേക തൊഴിൽ മേഖലകളിൽ ഉപയോഗിക്കുന്ന ആളുകളുടെ കയ്യിലുമൊക്കെ ഉണ്ടായി വരുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. അത് നിയമ നടപടികൾ കർക്കശമാക്കിയത് കൊണ്ടോ പരിശോധന കൂടുതൽ കർശനമാക്കിയതോ കൊണ്ടോ മാത്രം പരിഹരിക്കപ്പെടാവുന്നതല്ല. പിന്നെ എന്ത് ചെയ്യണം ശ്രീ സയ്യിദ് മുഹമ്മദ്? നിയമങ്ങൾ കർക്കശമാക്കിയിട്ട് കാര്യമില്ല, പരിശോധന കർക്കശമാക്കിയിട്ട് കാര്യമില്ല, പിന്നെ എവിടെയാണ് പരിഹാരം വേണ്ടത്? കാര്യമില്ല എന്നല്ല, നിയമം ലംഘിക്കുന്നതും നിയമം ലംഘിച്ച് പണമുണ്ടാക്കുന്നതും ഒരു ആരോഗ്യകരമാണ് അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാവുന്നതാണ് എന്നൊരു സാമൂഹ്യ മനോഭാവം വളർന്നു വരുന്നതാണ് അടിസ്ഥാന കാരണം. തിരിച്ചുവരാം താങ്കളേക്ക്. ശ്രീ ജോർജ് ജോസഫ്, വളരെ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് ആഗോള വ്യാപകമായി തന്നെ വലിയ ശൃംഖലയായി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആഗോളവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അതിൽ ചെറിയ കുറവ് വന്നു. ഇപ്പോൾ അതേ രീതിയിലേക്ക് തന്നെയുള്ള ഒരു മടക്കം, ഭീമമായ രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നിർബാധം തുടരുന്നു എന്ന് കാണുമ്പോൾ വളരെ ഭീതിയോടെ നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും വളരെ ഭീതിജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ദൂരവ്യാപകമാണ്. കാരണം ഈ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണിയാണ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളടക്കമുള്ള മേഖലകളിൽ വിലക്കയറ്റം രൂക്ഷമാക്കുന്നത്. കാരണം അവശ്യ സാധനങ്ങളുടെയും മറ്റ് സാധനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാരലൽ ഇക്കോണമി അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ളവൻ അത് എന്ത് വില കൊടുത്തും വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാർഗ്ഗമായിട്ട് ഇപ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് മാറിയിരിക്കുന്നു എന്നുള്ളത് ഭയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 70കൾക്ക് മുമ്പ് 80കളിലുമൊക്കെ വലിയ വൻതോതിൽ സ്വർണം ഉരുക്കളിലും മറ്റു രീതിയിലുമൊക്കെ കേരളത്തിൻ്റെയും അതുപോലെ നമ്മുടെ
ഈ ബോംബെ അടക്കമുള്ള മേഖലകളിലെ തീരപ്രദേശങ്ങളിൽ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനൊരു വലിയ നക്സസ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും, ഈ രംഗത്തുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സിനിമ പ്രവർത്തനവുമാണ്. നമുക്കറിയാം ബോംബെയിലെ സിനിമാ ലോകം എന്ന് പറയുന്നത് എക്കാലവും കള്ളക്കടത്തുകാരുടെയും അതുപോലെ ഈ പറഞ്ഞ അണ്ടർവേൾഡിൻ്റെയൊക്കെ പിടിയിലായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഹാജി മസ്താൻ എന്ന് പറയുന്ന കള്ളക്കടത്ത് രാജാവിൻ്റെ മുമ്പിൽ ഇന്ത്യൻ സിനിമയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാജ് കപൂർ മുട്ടുകുത്തി നിൽക്കുന്നൊരു ചിത്രം വന്നത് വളരെ വിവാദകരമായിട്ടുള്ളൊരു ചിത്രം 1976 മറ്റോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ നക്സസ് എല്ലാ കാലത്തും തുടർന്നുകൊണ്ട് വന്നിരുന്നു. നേരത്തെ ഡ്യൂട്ടി കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇറക്കുമതിയായിട്ട് സ്വർണം കൊണ്ടുവരാം, ഫ്രീ ആയിട്ട് കൊണ്ടുവരാമെന്നുള്ള റിലാക്സേഷൻ വന്നു കഴിഞ്ഞപ്പോൾ കുറേ അതിന് മാറ്റം വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ആകർഷകമായിരിക്കുന്നു. അതായത് അൺഅക്കൗണ്ടഡ് രീതിയിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു കിലോ സ്വർണത്തുമ്മേ മിനിമം 4 ലക്ഷത്തിലധികം രൂപ നേട്ടമുണ്ടാക്കാൻ കഴിയും ഒറ്റയടിക്ക്. അപ്പോൾ അങ്ങനെ 10 കിലോ സ്വർണം അല്ലെങ്കിൽ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലോ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ലക്ഷവും കോടിക്കണക്കിന് രൂപയും ആ രീതിയിൽ മാർജിൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് മലമേഖലകൾ അൺഅട്രാക്റ്റീവ് ആവുമ്പോൾ കുഴൽപ്പണം, ഹവാല റാക്കറ്റിങ്, മയക്കുമരുന്ന് കടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താരതമ്യേന ലാഭകരമല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ തോതിലാണ് അതിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുള്ളൂ എന്ന് വന്നപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു മാർഗത്തിലേക്ക് തിരിയുന്നു. അതിന് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും മറ്റ് മേഖലകളിലുള്ളവരുടെയും തീർച്ചയായിട്ടും ഒത്താശയുണ്ട്. അത് ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് വരുന്നത്. നമുക്കറിയാം എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ എയർ ഹോസ്റ്റസ് അടക്കമുള്ള ആളുകളെയും ഇതിന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ വ്യാപകമായിരിക്കുന്നു അവരുടെ ശൃംഖല. അതുപോലെ കൊച്ചിയിലെ തന്നെ കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഡെപ്യൂട്ടി കമ്മീഷണർ പോലെയുള്ള ഉയർന്ന ഒരു തസ്തികയിലിരിക്കുന്ന ഒരാളാണ് നമ്മൾ ആലോചിക്കണം. ചെറിയ സാധാരണ ഒരു പോലീസ് കോൺസ്റ്റബിളോ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ അല്ല. അപ്പോൾ ഇതിൻ്റെ നക്സസ് വളരെ വലുതാണ്. മാത്രമല്ല ഇത് ആഗോളതലത്തിൽ തന്നെ ദുബായ് കേന്ദ്രീകരിച്ച് മറ്റുമൊക്കെ ആയിട്ട് വലിയൊരു റാക്കറ്റിന്റെ പിന്നിൽ നേരത്തെ താങ്കൾ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നീളുന്നു. ജ്വല്ലറി ഉടമകളിലേക്കടക്കം അന്വേഷണം പോകുന്നു. കുറെ ആളുകൾ പിടിക്കപ്പെടുന്നു. നിലവിലെ അന്വേഷണത്തിൽ താങ്കൾ തൃപ്തനാണോ? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിന്റെ ആ ശൃംഖലയെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചങ്ങലയുടെ ചെറിയൊരു കണ്ണിയെങ്കിലും തൊടാൻ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമോ? ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ ഒരു പ്രത്യേക നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ഉണ്ട്. അത് തൃപ്തികരമാണോ അന്വേഷണം എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമായിരിക്കും മറുപടി പറയാൻ. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നു. നേരത്തെ കള്ളക്കടത്ത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഫിസ്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഈ സ്വർണം എങ്ങോട്ട് പോകുന്നു, ആരാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഉപഭോക്താക്കൾ, ആരിലൂടെയാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യുന്നൊരു മെക്കാനിസം ഏജൻസികൾ നടത്തിയിരുന്നില്ല. ഇപ്പോൾ DRI ആ ഒരു മേഖലയിലേക്ക് അത് ട്രാക്ക് ചെയ്യുക, ഈ സ്വർണം എങ്ങോട്ട് പോകുന്നു, ആരാണ് ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. അങ്ങനെ വരുമ്പോൾ ഈ കണ്ണികളെ കൂടുതൽ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പെട്ടിയിൽ വെച്ച് പൂട്ടി വയ്ക്കാൻ കഴിയില്ല. അത് അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് നേട്ടവുമില്ല. അപ്പോൾ അത് ഏതെങ്കിലും മാർക്കറ്റിലൂടെ വിറ്റഴിക്കുകയോ അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലേറ്റവും കൂടുതൽ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യമുള്ളത് സ്വർണ്ണക്കടകൾ. നമ്മുടെ നാട്ടിൽ സ്വർണ്ണത്തോടുള്ള ഭ്രമം വളരെ കഠിനമായി നിലനിൽക്കുന്നതുകൊണ്ട് വൻതോതിൽ എപ്പോഴും സ്വർണ്ണക്കടകൾ മുളച്ചു പൊന്തുന്നതുകൊണ്ട് ഈ കടകൾ മുഖേന ഇത് വിറ്റഴിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വ്യക്തമാണ്. ഞാൻ താങ്കളേക്ക് തിരിച്ചുവരാം. ശ്രീ സണ്ണി ചിറ്റിലപ്പള്ളി, മുമ്പും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് മലയാളികളുടെ സ്വർണ്ണഭ്രമം. അത് തന്നെയാണ് ഇത്തരത്തിൽ സ്വർണ്ണത്തോടുള്ള മലയാളികളുടെ ആർത്തി അതൊരിക്കലും കുറയുന്നില്ല. താങ്കൾക്ക് അതറിയാം, ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. ഒരുപക്ഷെ മലയാളികളുടെ ഇത്തരത്തിലുള്ള സ്വർണ്ണഭ്രമം ചൂഷണം ചെയ്യുകയല്ലേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കള്ളക്കടത്തുകാർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? സ്വർണത്തിന് ലാഭം കൂടുതൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇത് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ചാൽ എയറോസ്റ്റസിനെയും യാത്രക്കാരെയോ കള്ളക്കടത്തുകാരെയോ ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇത്രയും അധികം എയർപോർട്ടുള്ള ഒരു രാജ്യത്ത് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി എളുപ്പമല്ല. DRI എസ്ഐയാലും അവർക്ക് ചെക്ക് ചെയ്ത് പിടിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്, കസ്റ്റംസിന് പരിമിതികളുണ്ട്. ജനങ്ങൾ പുതിയ പുതിയ മെത്തേഡ് കൂടെ കള്ളക്കടത്ത് കൂടുകയാണ്. ഈ കള്ളക്കടത്ത് കൂടുന്നതിന്റെ കാരണം ലാഭം കൂടുതലുണ്ട്. അപ്പോൾ ഈ ലാഭം കുറച്ചാൽ പണ്ടുണ്ടായിരുന്ന ഒരു 4 മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു 5% കുറച്ചാൽ നമുക്ക് വാച്ച് ചെയ്യാം.
ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ലാഭം കുറയും, കൂടുതൽ കള്ളക്കടത്ത് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ പിടിക്കുന്നത് മാത്രമാണ് അറിയുന്നുള്ളൂ, പക്ഷെ അതിനേക്കാളൊക്കെ വലിയ ക്വാണ്ടിറ്റി നടക്കുന്നുണ്ട്. നമ്മൾ കട്ടത് മുഴുവൻ പിടിക്കണമെന്നില്ല, കടത്തത് മുഴുവൻ പിടിക്കണമെന്നില്ല. വ്യക്തമാണ്. ഞാൻ താങ്കളേക്ക് തിരിച്ചു വരാം. ശ്രീ സയ്യിദ് മുഹമ്മദ്, ഇപ്പോൾ സണ്ണി ചിറ്റിലപ്പള്ളി സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. ചെറിയ ആളുകൾ മാത്രം പിടിക്കപ്പെടുന്നു. അതൊരുപക്ഷെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിശോധന നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയ കാര്യം മാത്രമായിട്ടാണ് എന്ന് പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. ചെറിയ 10 കിലോ അല്ലെങ്കിൽ 2 കിലോ സ്വർണം പിടിക്കപ്പെടുമ്പോൾ അത് മറുവശത്തു കൂടി വലിയ രീതിയിൽ സ്വർണം കടത്തുന്നുണ്ട്, അത് പിടിക്കപ്പെടുന്നില്ല, അത്തരത്തിൽ പരിശോധനകൾ നീളുന്നുമില്ല. അത് തന്നെയാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്? വിമർശനങ്ങൾ എസ്പെഷ്യലി ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമെതിരെ ഉണ്ടാകുക എന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണ്. പക്ഷെ ആ വിമർശനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ആയില്ലെങ്കിൽ തികച്ചും സ്ഥലങ്ങളാണ് ഉണ്ടാവുക. അതിനൊരു ഉദാഹരണമാണിത്. 2 കിലോ പിടിക്കുമ്പോൾ 200 കിലോ കൊണ്ടുവന്നിരുന്നു എന്ന ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ്. 2 അല്ല 4 കിലോയാണ് കൊണ്ടുവന്നതെന്ന് എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ കഴിയുകയാണെങ്കിൽ ആ നിലക്കും കൂടെ നമുക്ക് അന്വേഷിക്കാൻ കഴിയും. വ്യക്തമാണ്. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്, അതുപോലെ സണ്ണി ചിറ്റിലപ്പള്ളി, സയ്യിദ് മുഹമ്മദ്, അഡ്വക്കേറ്റ് ഉദയഭാനു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഒരു ഇടവേളയിലേക്ക് തിരിച്ചുവരാം. വ്യവസായ മന്ത്രിയായിരിക്കെ എളമരം കരീം ഭൂമി ക്രഷർ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ മധ്യസ്ഥത വഹിച്ചതായി വെളിപ്പെടുത്തൽ. എളമരം കരീമിന്റെ ബന്ധുവായ നൌഷാദുമായി ചേർന്ന് ക്രഷർ തുടങ്ങാൻ ശ്രമിച്ച് വഞ്ചിക്കപ്പെട്ട ക്വാറി ഉടമകളുടെ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ PP മൊയ്തീൻ കുട്ടിയാണ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. മീഡിയ വൺ സ്പെഷ്യൽ എഡിഷനിലാണ് മൊയ്തീൻ കുട്ടി ഇക്കാര്യം പറഞ്ഞത്. മറ്റൊരാളുമായി നടത്തിയ കൂട്ടുകച്ചവടത്തിൽ വഞ്ചിക്കപ്പെട്ട സമയത്താണ് നൌഷാദ് തന്നെ സമീപിച്ചത്. നൌഷാദ് തന്നെയാണ് പരാതി തയ്യാറാക്കി മന്ത്രിയായ എളമരം കരീമിനെ തിരുവനന്തപുരത്ത് പോയി കണ്ടത്. മണിക്കൂറുകൾക്കകം ക്വാറിയുടെ ലൈസൻസ് റദ്ദാക്കി. ഇതോടെ തന്നെ വഞ്ചിച്ചയാൾ പണം മടക്കി തന്നു. തലേ ദിവസം ഞങ്ങൾ തീരുമാനിച്ചത് 50% പ്രകാരം എഴുതാനാണ്. അപ്പോൾ കരീം സാർ പറഞ്ഞത് ആധാരങ്ങൾ അല്ല വിഷയം, മാനേജിംഗ് ഡയറക്ടർ പേരിലാണെങ്കിൽ നിങ്ങൾ ഡീഡ് ഉണ്ടാക്കിയാൽ മതി. ഡീഡ് 2000 രൂപൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ ഡീഡ് ഉണ്ടാക്കി തിരുവനന്തപുരത്ത് വന്ന് രജിസ്റ്റർ ചെയ്താൽ 50% നിങ്ങൾ ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കൂ, അതിനുള്ള വഴികൾ നോക്കൂ. അപ്പം 15,000 ഫുട്ട് മിഷൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് അതിന് എനിക്ക് 1,10,00,000 റുപ്യാണ് നൌഷാദ് തരേണ്ടത്. 85 ലക്ഷം റുപ്യ AK അഹമ്മദിന് കൊടുത്തു. ഞാൻ സമ്മതിക്കുന്നത് കിട്ടി ബോധിച്ചു, എനിക്ക് കിട്ടി ബോധിച്ചതിന് സമയമായി. നൌഷാദ് ക്രഷർ യൂണിറ്റിൽ പങ്കാളിത്ത ബിസിനസ് നടത്താമെന്ന് പറഞ്ഞത് താൻ എളമരം കരീമിനെ അറിയിച്ചു. ഇതിനെ കരീം പ്രോത്സാഹിപ്പിച്ചു. ക്രഷറും സ്ഥലവും ആധാരം ചെയ്ത് നൌഷാദ് സ്വന്തം പേരിലാക്കിയത് ചൂണ്ടിക്കാട്ടിയപ്പോൾ പങ്കാളിത്ത ബിസിനസ്സിൽ ആധാരം പ്രശ്നമല്ലെന്നും 2000 രൂപയുടെ ഡീഡുണ്ടാക്കി പങ്കാളിത്തം ഉറപ്പിച്ചാൽ മതിയെന്നും എളമരം കരീം പറഞ്ഞുവെന്ന് മൊയ്തീൻ കുട്ടി ഹാജി ആരോപിക്കുന്നു. എന്നാൽ ഭൂമി സ്വന്തം പേരിലായതോടെ നൌഷാദും തന്നെ വഞ്ചിച്ചു. ഇക്കാര്യം പറഞ്ഞപ്പോൾ കരീം ഒഴിഞ്ഞുമാറി. ഈ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് മൊയ്തീൻ കുട്ടി പറയുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. തൊഴിൽ രഹിതരായി നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് സ്വയം തൊഴിലിനായി സർക്കാർ പദ്ധതി നടപ്പാക്കുന്നു. കാനറ ബാങ്കുമായി സഹകരിച്ചാണ് പദ്ധതി. ബാങ്ക് വഴി നൽകുന്ന വായ്പയുടെ 10% സർക്കാർ തിരിച്ചടയ്ക്കും. നിത്താക്കാത്ത് കാരണം സൗദിയിൽ നിന്നും തിരിച്ചെത്തി നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക. കാനറ ബാങ്കുമായി സഹകരിച്ചാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത്. ടാക്സി വാഹനങ്ങൾ വാങ്ങാനുള്ള വായ്പയാണ് ആദ്യഘട്ടത്തിൽ. 5 മുതൽ 20 ലക്ഷം രൂപ വരെ അനുവദിക്കും. ഇതിൽ 10% സർക്കാർ തിരിച്ചടയ്ക്കും. 20,000-ലേറെ പേരാണ് ഇതുവരെയും തിരിച്ചെത്തിയത്. ഇതിൽ 16,500 പേരാണ് നോർക്കയിൽ രജിസ്റ്റർ ചെയ്തത്. കരിപ്പൂരിൽ 11,950 പേരും തിരുവനന്തപുരത്ത് 3,300 പേരും നെടുമ്പാശ്ശേരിയിൽ 1,250 പേരും തിരിച്ചെത്തി. ഇവരിൽ നിന്ന് അപേക്ഷ നൽകിയവരെയാണ് വായ്പ നൽകുന്നതിനായി പരിഗണിക്കുക. വ്യവസായം, കൃഷി, വാഹനം, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഇവരിൽ പലരും അപേക്ഷ നൽകിയത്. എന്നാൽ വാഹന വായ്പ കൂടുതൽ സുരക്ഷിതം എന്നതിനാലാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ ഇത് തെരഞ്ഞെടുത്തത്. നോർക്കയും അതുപോലെ തന്നെ കാനറ ബാങ്കുമായി ഒരു എഗ്രിമെന്റ് തന്നെ ഇവർക്ക് പദ്ധതി പ്ലാൻ ചെയ്യുന്നതിന് വേണ്ട എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞു. എന്നാൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്നുള്ള വാഗ്ദാനം ഇനിയും നടപ്പിലായിട്ടില്ല. ജലീൽ പടന്ന, മീഡിയ വൺ, മലപ്പുറം. ഒമാനിൽ സെയിൽസ്മാൻ തസ്തികയിലും 6 മാസത്തെ വിസ നിരോധനം ഏർപ്പെടുത്തി. ഡിസംബർ 1 മുതൽ സെയിൽസ് പേഴ്സൺ തസ്തികകളിൽ പ്രവാസികൾക്ക് പുതിയ വിസ നൽകില്ലെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ മാസം നിർമ്മാണ തൊഴിലാളികൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും വിസ നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് സെയിൽസ്മാൻ തസ്തികകളിലേക്കും വിലക്ക് ബാധകമാക്കിയത്.
പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 1 മുതൽ 6 മാസത്തേക്ക് സെയിൽസ് പേഴ്സൺ, സെയിൽസ് പ്രൊമോട്ടർ, പർച്ചേസിംഗ് ഏജന്റ് എന്നീ തസ്തികകളിൽ പ്രവാസികൾക്ക് പുതിയ വിസ നൽകില്ല. ഈ ഒഴിവുകളിൽ ഒമാനി ജീവനക്കാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടാവില്ല. ചെറുകിട കമ്പനികൾക്കാണ് വിസ നിരോധനം ബാധകമാവുക. എക്സലന്റ് കാറ്റഗറിയിൽപ്പെടുന്ന ഉയർന്ന കമ്പനികൾക്ക് ഈ ഉത്തരവ് ബാധകമല്ല. നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് സെയിൽസ് രംഗം എന്നതിനാൽ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് നടത്തിപ്പുകാർ മുതൽ ചെറുകിട വ്യാപാര മേഖലയിലുള്ളവർക്ക് വരെ തീരുമാനം പ്രതിസന്ധി സൃഷ്ടിക്കും. ഇപ്പോൾ നമുക്ക് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. നമ്മൾ നികത്താനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. ഇപ്പോൾ നിയമം വരുന്നതോടുകൂടി നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ഫ്രീ വിസ സമ്പ്രദായം ഇല്ലാതാക്കാനും സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കാനുമാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നടപടി. പുതിയ ഉത്തരവ് പ്രകാരം ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ജോലിയിലും വിസ നിരോധനം നിലവിൽ വന്നിട്ടുണ്ട്. പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനങ്ങളെയും ഈ രംഗത്ത് ജോലി തേടുന്നവരെയുമാണ് ഈ നിയമം ബാധിക്കുക. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. 5 വർഷം പഴക്കമുള്ള ജെറ്റ് എയർവേസ് വിമാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യൻ വിമാന കമ്പനി ജെറ്റ് എയർവേസുമായി ധാരണയിലെത്താനുള്ള തീരുമാനം കുവൈത്ത് എയർവേസ് റദ്ദാക്കി. അടിയന്തരമായി ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗമാണ് തീരുമാനമെടുത്തതെന്ന് കുവൈത്ത് എയർവേസ് ചെയർമാൻ സമി അൽ നിസ്ഫാണ് അറിയിച്ചത്. ജെറ്റ് എയർ വിമാനങ്ങൾ വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ കുവൈത്ത് എയർവേസ് ചെയർമാൻ സ്വാമി അൽ നിഫ്സിനെ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഇസ അൽ കന്തരി സ്ഥാനത്തുനിന്ന് നീക്കി. 5 വർഷം പഴക്കമുള്ള പഴയ ഇന്ത്യൻ വിമാനങ്ങൾ വാങ്ങുന്നതിൽ കുവൈത്തിൽ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഇടപാട് നിർത്തിവെക്കാൻ മന്ത്രി അൽ നിസ്ഫിനോട് ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ചെയർമാൻ വാർത്താ സമ്മേളനം വിളിക്കുകയും തന്റെ നിലപാട് ന്യായീകരിക്കുകയും ചെയ്തതിനാലാണ് മന്ത്രിയുടെ ഉത്തരവ്. 22 വർഷം പഴക്കമുള്ള കുവൈത്ത് വിമാനങ്ങളെക്കാൾ 5 വർഷം പഴക്കമുള്ള ജെറ്റ് എയർവേസ് വിമാനങ്ങളാണ് സുരക്ഷിതം എന്നായിരുന്നു ചെയർമാന്റെ വാദം. കുവൈത്തിൽ ബാച്ചിലർ താമസ നിബന്ധന കർക്കശമാക്കുന്നു. കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ബാച്ചിലർമാർക്ക് സിവിൽ ഐഡി തടയാൻ നീക്കം. കുടുംബങ്ങൾ താമസിക്കുന്നതിന് പ്രത്യേകമുള്ള സ്ഥലങ്ങളിൽ ബാച്ചിലർമാരുടെ താമസം നിരീക്ഷിക്കുന്നതിന് മുനിസിപ്പാലിറ്റിയും ആഭ്യന്തര മന്ത്രാലയവും അടങ്ങുന്ന പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതായി മുനിസിപ്പൽ അധികൃതർ അറിയിച്ചു. ഈ നിയമം പാലിക്കപ്പെടുന്നില്ല എന്ന പരാതി വ്യാപകമായതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മേഖലകളിൽ ബാച്ചിലർമാരുടെ സാന്നിധ്യവും പോക്കുവരവും നിരീക്ഷിക്കുകയായിരിക്കും കമ്മിറ്റിയുടെ ചുമതല. ഈ മേഖലകളിൽ താമസിക്കുന്ന ബാച്ചിലർമാർ അവരുടെ താമസവിലാസം മാറ്റുന്നതുവരെ സിവിൽ ഐഡി തടയാനും നീക്കമുണ്ടെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ദുബൈയിലെ സ്വദേശികൾക്കും താമസക്കാർക്കും സന്ദർശകർക്കും അടുത്ത വർഷം മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി. ഇതു സംബന്ധിച്ച നിയമത്തിന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയും കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. 2.5 വർഷം കൊണ്ട് നിരവധി ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കുക. എമിറേറ്റിലെത്തുന്നവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പിലായാൽ ദുബൈയിലെ 30 ലക്ഷം പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകും. ഖത്തറിലെ തൊഴിലാളികളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഊതിവീർപ്പിച്ചതാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവ പരിഹരിക്കുകയാണ് ചെയ്തത്. പഴയ പത്രവാർത്തകൾ മുന്നിൽ വെച്ചാണ് പലരും സംസാരിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. വിദേശ തൊഴിലാളികളോട് മോശം സമീപനം സ്വീകരിക്കുന്നവരോട് ഖത്തർ എന്നും കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്ത് രാജകുടുംബത്തിന്റേതടക്കം 3 പേരുടെ വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചു. തിങ്കളാഴ്ച ചേർന്ന ബെഞ്ചാണ് കീഴ്ക്കോടതിയുടെയും അപ്പീൽ കോടതിയുടെയും തീരുമാനം ശരിവെച്ചത്. ഇന്ത്യൻ പ്രവാസികളുടെ ആവലാതികൾ പരിഹരിക്കാൻ ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൌസ് ഈ മാസം 29 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ എംബസി ഹാളിൽ നടക്കും. തൊഴിൽപരമായ പ്രശ്നങ്ങൾ അംബാസഡർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഓപ്പൺ ഹൌസിൽ അവസരമുണ്ടാകും. എല്ലാ രേഖകളുമായെത്തി ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് എംബസി അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ പ്രതിവർഷം 2000 ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി അധികൃതർ. കുവൈത്ത് ക്യാൻസർ പ്രതിരോധ കേന്ദ്രം, മർക്കസ് ഹുസൈൻ മക്കി ജമാ, ഷെയ്ഖ് ബദരിയ കീമിയോതെറാപ്പി സെന്റർ, ബബ്ഹാനി മെഡിക്കൽ ലബോറട്ടറി തുടങ്ങിയ രാജ്യത്തെ വിവിധ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലെത്തുന്ന രോഗികളുടെ കണക്കാണിത്. ക്യാൻസർ ചികിത്സാ പ്രതിരോധ രംഗത്ത് വിദേശ രാജ്യങ്ങളിലേതിന് കിടപിടിക്കുന്ന ചികിത്സകൾ ഇപ്പോൾ രാജ്യത്ത് ലഭ്യമാണെന്ന് കുവൈത്ത് ക്യാൻസർ പ്രതിരോധ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ അവധി പറഞ്ഞു. സിറിയൻ സമാധാന ചർച്ചകൾക്കായി ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന ജനീവ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന് സിറിയൻ പ്രതിപക്ഷ സഖ്യം. അസദിന്റെ ഭരണകാലാവധി സംബന്ധിച്ച് തീരുമാനമാകാതെ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് തയ്യാറില്ലെന്ന നിലപാടായിരുന്നു ഇതുവരെ സിറിയൻ പ്രതിപക്ഷം കൈക്കൊണ്ടത്. സിറിയൻ സമാധാന ചർച്ചകൾക്കായി 2ാം വട്ട ജനീവ ചർച്ചകൾ അടുത്ത വർഷം ജനുവരി 22-ന് സംഘടിപ്പിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന സിറിയൻ പ്രതിപക്ഷ മുന്നണിയായ സിറിയൻ ദേശീയ സഖ്യം അറിയിച്ചിരിക്കുന്നത്. 3 വർഷത്തോളമായി തുടരുന്ന സിറിയൻ ആഭ്യന്തര യുദ്ധത്തിന് പരിഹാരം തേടിയാണ് ചർച്ചകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സിറിയയിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ ചർച്ചയുടെ അജണ്ടയുടെ കാര്യത്തിൽ ഭിന്നത തുടരുന്നത് മൂലം ചർച്ച പലവട്ടം മാറ്റിവെക്കുകയായിരുന്നു. അസദ് പ്രസിഡന്റ് പദവി ഒഴിയാതെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്.
നിലപാട്. ചർച്ചകളിൽ ഇറാന്റെ പങ്കാളിത്തത്തെയും പ്രതിപക്ഷ സഖ്യം എതിർത്തു. എന്നാൽ അറബ് ലീഗ് അധ്യക്ഷൻ നബീൽ അൽ അറബിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സിറിയൻ ദേശീയ സഖ്യം അധ്യക്ഷൻ ജനീവ കോൺഫറൻസിൽ തങ്ങൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. طبعا ما في شك انه ليس للاسد اي دور في المرحله الانتقاليه هذا ثابته ومسلمه. ക്ഷണം ലഭിക്കുകയാണെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ജനീവ ചർച്ചകൾ സംബന്ധിച്ച പ്രതിപക്ഷ കക്ഷികളിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പ്രതിപക്ഷ മുന്നണിയിലെ മറ്റൊരു കക്ഷിയായ ഫ്രീ സിറിയൻ ആർമി ജനീവ കോൺഫറൻസിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് ധാരണയിലെത്തുന്നതിനായി ഡിസംബർ മധ്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പ്രവാസികൾക്കായി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നവർ കുറവാണെന്ന് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ PMA സലാം പറഞ്ഞു. 50 ലക്ഷം പ്രവാസികളെ ഉദ്ദേശിച്ച് നടപ്പാക്കിയ പെൻഷൻ പദ്ധതിയിൽ ആകെ ചേർന്നത് 1,25,000 പേർ മാത്രമാണെന്ന് അദ്ദേഹം ദോഹയിൽ പറഞ്ഞു. പ്രവാസികൾക്കായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും അവ ഉപയോഗപ്പെടുത്തുന്നവർ വളരെ കുറവാണെന്ന് പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ PMA സലാം പറഞ്ഞു. 2009 പ്രവർത്തനമാരംഭിച്ച പ്രവാസി പെൻഷൻ പദ്ധതിയിൽ പോലും ആളുകൾ താൽപ്പര്യം കാണിക്കുന്നില്ല. 2 വർഷമെങ്കിലും വിദേശത്ത് നിയമവിധേയരായി കഴിയുന്ന ആർക്കും പെൻഷൻ പദ്ധതിയിൽ ചേരാം. 60 വയസ്സ് പൂർത്തിയാകുന്ന മുറക്ക് എല്ലാ മാസവും 1000 രൂപ വീതം ഇവർക്ക് പെൻഷൻ കിട്ടും. ഇതിൽ ഇതുവരെ 1,25,000 പ്രവാസികൾ മാത്രമേ അംഗങ്ങളായി ചേർന്നിട്ടുള്ളൂ. പങ്കാളിത്ത പെൻഷനായാണ് ഇത് നടപ്പിലാക്കുന്നത്. മാസം 300 രൂപ വെച്ച് 5 വർഷം അടയ്ക്കുന്നവർക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും. പ്രവാസി ബോർഡിന്റെ പദ്ധതികൾ ആകർഷകമാകാത്തതാണ് ജനങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് സലാം വ്യക്തമാക്കി. എന്താണ് കാരണം? അവരിലേക്ക് ഈ സന്ദേശം എത്താത്തത് കൊണ്ടാണോ അതോ അവർക്ക് ഇത് അത്ര വലിയ ആകർഷകമായി തോന്നാത്തത് കൊണ്ടാണോ? സാന്ത്വനം, കാരുണ്യം, സ്വപ്ന സാഫല്യം എന്നീ മറ്റു പദ്ധതികൾ നിരവധി പ്രവാസികൾ ഉപകാരപ്പെടുത്തുന്നുണ്ട്. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തുന്നവരെ പുനരധിവസിക്കുന്നതിന്റെ ഭാഗമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ 20 ലക്ഷം രൂപ വരെ മിതമായ പലിശ നിരക്കിൽ നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ ഗവൺമെന്റ് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത് 20 ലക്ഷം രൂപ വരെ ലോൺ വായ്പ. ആ വായ്പയിൽ 10% സബ്സിഡി. ആദ്യഘട്ടമെന്ന നിലയിൽ 1000 പേരെ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമീസ് സാത്തിയാറ, മീഡിയ 1, ദോഹ. ഉംറ തീർത്ഥാടനത്തിനായി സൗദി അറേബ്യയിലെത്തുന്നവർക്ക് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സന്ദർശനം നടത്താൻ അവസരം നൽകുന്ന വിശാല ഉംറ പാക്കേജ് അടുത്ത മാസം മുതൽ ആരംഭിക്കും. ആഭ്യന്തര വിദേശ ഹജ്ജ് മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് സൗദി ടൂറിസം അതോറിറ്റിയാണ് പുതിയ പാക്കേജിന് രൂപം നൽകിയത്. തീർത്ഥാടക നഗരങ്ങളായ മക്ക, മദീന എന്നിവയ്ക്ക് പുറമെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജിദ്ദ നഗരം കൂടി സന്ദർശിക്കാനാണ് നിലവിൽ ഉംറ വിസക്കാർക്ക് അനുമതി നൽകുന്നത്. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം സൗദിയിലെ 13 പ്രവിശ്യകളിലും സന്ദർശന അനുമതി ഉണ്ടാകും. തെരഞ്ഞെടുത്ത ഉംറ പാക്കേജ് കമ്പനികൾക്കാണ് ഇപ്പോൾ അനുമതി നൽകുകയെന്ന് സൗദി ടൂറിസം അതോറിറ്റി പ്രസിഡന്റ് അമീർ സുൽത്താൻ ബിൻ സൽമാൻ അറിയിച്ചു. ഇസ്ലാമിക ചരിത്ര പ്രദേശങ്ങളും പൈതൃക കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ അവസരം നൽകുന്ന ഉംറയ്ക്ക് ശേഷം ടൂറിസം എന്ന പദ്ധതി 65 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഉംറ തീർത്ഥാടനത്തിന്റെ ആത്മീയത ചോരാതെയും ഇസ്ലാമിക ചിട്ടകൾക്കുള്ളിൽ നിന്നുകൊണ്ടുമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അംഗീകൃത ഉംറ സ്ഥാപനങ്ങൾക്കും ടൂറിസം സ്ഥാപനങ്ങൾക്കും വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കും. തീർത്ഥാടകരുടെ യാത്രകൾ ഈ സംവിധാനം വഴി നിരീക്ഷിക്കാനും സംവിധാനമൊരുക്കും. സഫർ മാസം ആരംഭിക്കുന്ന ഡിസംബർ 4-നാണ് ഈ വർഷത്തെ ഉംറ സീസണ് തുടക്കമാവുക. മീഡിയ 1, റിയാദ്. ഒമാനിൽ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള അവധിക്ക് നാളെ തുടക്കമാകും. വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ 4 ദിവസമാണ് പൊതു അവധി. ഒഴിവു ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസംബർ 1-ന് മാത്രമേ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തനം പുനരാരംഭിക്കുകയുള്ളൂ. നവംബർ 18-നായിരുന്നു ഒമാൻ ദേശീയ ദിനം. കുവൈത്ത് അമീർ ഷെയ്ഖ് സ്വബാഹ് അൽ അഹമ്മദ് അസ്വാബ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി, സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് എന്നിവർ കൂടിക്കാഴ്ച നടത്തി. സൗദി തലസ്ഥാനമായ റിയാദിലായിരുന്നു കൂടിക്കാഴ്ച. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പുരോഗതിയെക്കുറിച്ചും അംഗരാജ്യങ്ങൾ തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഗൾഫ് മേഖലയിലും അന്താരാഷ്ട്ര തലത്തിലും നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളും അവയോടുള്ള 3 രാഷ്ട്രങ്ങളുടെ നിലപാടും ചർച്ചയായി. കുവൈത്തിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ഫീസ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ ആഭ്യന്തര മെഡിക്കൽ സേവനകാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അൽ ഖശ്തിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ ചിലയിനം ശസ്ത്രക്രിയകൾക്കും മരുന്നുകൾക്കും ഈടാക്കുന്ന ഫീസുകളുടെ കാര്യത്തിൽ ഇടപെടാൻ വിവിധ കാരണങ്ങളാൽ സർക്കാരിന് പരിമിതിയുണ്ട്.
ആശുപത്രികൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ വാടക, മെഡിക്കൽ യന്ത്രങ്ങളുടെയും സാമഗ്രികളുടെയും വിലവർധന തുടങ്ങി സ്വകാര്യ ആശുപത്രികളിലെ പ്രവർത്തന ചെലവ് കൂടുന്നുണ്ടെന്ന സത്യം പരിഗണിച്ചു മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയൂ എന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ വിപുലമായ സൗകര്യവും ചികിത്സാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAEയുടെ 42ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സിറാജ് ദിനപത്രം അബുദാബി നാഷണൽ തിയേറ്ററിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 നടക്കുന്ന ചടങ്ങിൽ UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, കേന്ദ്രമന്ത്രി കെ റഹ്മാൻ ഖാൻ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, MA യൂസഫ് അലി, കർണാടക മന്ത്രി UT ഖാദർ എന്നിവർ സംബന്ധിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ അടുപ്പം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഡോക്ടർ മുഹമ്മദ് കാസിം, AK അബൂബക്കർ, മൗലവി കട്ടിപ്പാറ, അബ്ദുൾ അസീസ്, സക്കാഫി മമ്പാട്, ഷരീഫ് കാരശ്ശേരി, KM അബ്ബാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വേൾഡ് എക്സ്പോ വേദിയാകാൻ ദുബൈക്ക് ഭാഗ്യം ലഭിക്കുമോ എന്നറിയാൻ ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രം. നിരവധി രാജ്യങ്ങൾ ദുബൈക്ക് പിന്തുണ അറിയിച്ചിരിക്കെ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫ് ലോകം. 7 വർഷത്തിനപ്പുറം നടക്കുന്ന വേൾഡ് എക്സ്പോ 2020 പ്രദർശനത്തിനുള്ള വേദി നിശ്ചയിക്കുന്ന ദിവസമാണ് ബുധനാഴ്ച. രാത്രി പാരീസിൽ നിന്നുള്ള വിധിപ്രഖ്യാപനത്തിനായി പ്രതീക്ഷയോടെ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ദുബൈ ഉൾപ്പെടെ 4 നഗരങ്ങളാണ് മത്സരരംഗത്തുള്ളത്. ബ്യൂറോ ഓഫ് ഇന്റർനാഷണൽ എക്സ്പോസിഷനിലെ 168 അംഗരാജ്യങ്ങൾ വോട്ടെടുപ്പിലൂടെയാണ് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വേൾഡ് എക്സ്പോയുടെ വേദി തീരുമാനിക്കുന്നത്. തുർക്കിയിലെ ഇസ്മിർ, റഷ്യൻ നഗരമായ ഇക്കാറ്ററിൻബർഗ്, ബ്രസീലിലെ സാവോപോളോ എന്നിവയാണ് ദുബൈയോടൊപ്പം എക്സ്പോ വേദിക്കായി പൊരുതുന്നത്. ദുബൈയുടെയും UAEയുടെയും വളർച്ചയ്ക്ക് പുതിയ കുതിപ്പ് പകരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന എക്സ്പോ 2020നായി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് 2 വർഷത്തോളമായി ഇവിടെ നടക്കുന്നത്. മനസ്സുകളെ ബന്ധിപ്പിച്ച് ഭാവിയെ സൃഷ്ടിക്കൽ എന്നതാണ് എക്സ്പോ 2020ന് ദുബൈ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. വേദി ഉറപ്പാക്കുന്നതിനായി UAEയിൽ നിന്നുള്ള ഉന്നതതല സംഘം ഇന്ന് പാരീസിലെത്തി. ആഹ്ലാദകരമായ വാർത്തയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് UAE ജനത. മീഡിയ 1 ദുബായ്. അബുദാബിയിൽ നടക്കുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യപ്രദർശന മേളയായ സിയാൽ മിഡിൽ ഈസ്റ്റ് ശ്രദ്ധേയമായി. നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും പരിചയപ്പെടുത്തുന്ന മേളയിൽ ഇന്ത്യയ്ക്ക് വൻ പ്രാധാന്യമാണ് ലഭിച്ചിട്ടുള്ളത്. 22 രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കമ്പനികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. മേളയിലെ കൺട്രി ഓഫ് ഓണറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. തുർക്കി കഴിഞ്ഞാൽ മേളയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ പങ്കെടുക്കുന്നതും ഇന്ത്യയിൽ നിന്നാണ്. 30ഓളം കമ്പനികളാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത്. അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യ എണ്ണകൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളാണ് ഇന്ത്യൻ കമ്പനികൾ ഒരുക്കിയിരിക്കുന്നത്. ലുലു ഗ്രൂപ്പിന്റെ സ്റ്റാളും മേളയിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ്. ലോകത്തെ വിവിധയിനം ഭക്ഷ്യവിഭവങ്ങൾക്കും പാനീയങ്ങൾക്കുമൊപ്പം പുതുമയുള്ള വിഭവങ്ങളും അണിനിരന്നിട്ടുണ്ട്. ലോകത്തെ പ്രമുഖ ഭക്ഷ്യോൽപാദന സ്ഥാപനങ്ങളെല്ലാം പങ്കെടുക്കുന്ന മേളയുടെ ഭാഗമായി വിവിധ സെമിനാറുകളും നടക്കുന്നുണ്ട്. ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിലെ സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച വിവിധ വിഭവങ്ങളുമായാണ് ലുലു ഗ്രൂപ്പ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് കേന്ദ്രമായുള്ള ഫ്ലോറൽ ഫ്രൂട്ട് സ്ഥാപനത്തിന്റെ പവലിയനും മേളയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. അബുദാബി ഫുഡ് കൺട്രോൾ അതോറിറ്റിയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ജവാദ് മുഹമ്മദ്, മീഡിയ 1 അബുദാബി. കോഴിക്കോട് സ്വദേശി കുവൈത്തിൽ വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് പുറക്കാട് സ്വദേശി റൌഫ് തൈവളപ്പാണ് മരിച്ചത്. ജൊസീനയാണ് ഭാര്യ. UAEയുടെ 42ാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബൈയിൽ പോലീസ് പരേഡ് സംഘടിപ്പിച്ചു. ദുബൈ പോലീസിന്റെ കുതിരപ്പടയുടെ അകമ്പടിയോടെ നീങ്ങിയ പരേഡിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ദുബൈ KMCCയുടെ 100 പ്രവർത്തകരാണ് പോലീസ് പരേഡിൽ പങ്കെടുത്തത്. ഡിസംബർ 2-നാണ് UAEയുടെ 42ാം ദേശീയ ദിനം. അതിന്റെ ഭാഗമായി വർണ്ണാഭമായ ആഘോഷങ്ങളാണ് ദുബായ് നൈഫ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ചത്. ദുബായ് പോലീസ് സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ വിദ്യാലയങ്ങളിലെ നിരവധി വിദ്യാർത്ഥികളും അണിനിരന്നു. നൈഫ് പോലീസ് സ്റ്റേഷൻ ഹാളിൽ വിവിധ കലാപരിപാടികളോടെ പരിപാടിക്ക് തുടക്കമായി. UAEയുടെ ദേശീയ പതാകകൾ കൊണ്ട് അലങ്കരിച്ച വേദിയിൽ മധുരം വിതരണം ചെയ്താണ് ദുബായ് പോലീസ് കാണികളെ സ്വീകരിച്ചത്. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങളും പരമ്പരാഗത നൃത്തങ്ങളുമായി വേദിയിൽ നിറഞ്ഞു. ദുബായ് പോലീസിന്റെ ഫെറാറി പെട്രോളിംഗ് കാറിന്റെയും കുതിരപ്പടയുടെയും അകമ്പടിയോടെയായിരുന്നു പ്രൗഢഗംഭീരമായ പോലീസ് പരേഡ്. ഇതിൽ നിരവധി പേരാണ് അണിനിരന്നത്. UAEയുടെ ദേശീയ ദിനാഘോഷത്തിന് മലയാളി പ്രാതിനിധ്യമായി ദുബായ് KMCC പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. ഇത് 3ാം വർഷമാണ് വിവിധ മാപ്പിള കലകൾ അവതരിപ്പിച്ച് KMCC പരേഡിൽ ഭാഗമാക്കാവുന്നത്. വേൾഡ് എക്സ്പോ വേദിക്കായി മത്സരിക്കുന്ന ദുബായ്ക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രത്യേക എക്സ്പോ പ്രസന്റേഷനും പരേഡിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ശ്രദ്ധേയമായി. മീഡിയ 1 ദുബായ്. കാൽനൂറ്റാണ്ട് കാലം പ്രവാസ ജീവിതം നയിച്ച മലയാളി രോഗവും കടവും കൊണ്ട് കഷ്ടപ്പെടുന്നു. ഖത്തറിൽ സ്വന്തമായി ബിസിനസ് നടത്തിവന്ന സുബ്രഹ്മണ്യനാണ്
മാരകരോഗം കാരണം ദുരിതമനുഭവിക്കുന്നത്. 27 വർഷം മുൻപാണ് തൃശൂർ ചാഴൂർ സ്വദേശിയായ സുബ്രഹ്മണ്യം ഖത്തറിലെത്തുന്നത്. ഖത്തറിലെത്തിയതിനു ശേഷം ആകെ നാട്ടിലെത്തിയത് ഒരു തവണ മാത്രം. തുന്നൽപ്പണിയായിരുന്നു സുബ്രഹ്മണ്യന്. സ്വന്തമായും അല്ലാതെയും തയ്യൽ കടയിൽ പണിയെടുത്ത് കുഴപ്പമില്ലാതെ പോകുന്നതിനിടയിലാണ് ബിസിനസ്സിൽ തകർച്ച നേരിട്ടത്. കടം വാങ്ങി ബിസിനസ് മുന്നോട്ടു പോയെങ്കിലും അധികനാൾ തുടരാനായില്ല. മുന്നോട്ടുള്ള വാതിലടഞ്ഞപ്പോഴാണ് സാമൂഹ്യ പ്രവർത്തകനായ മുഹമ്മദിനെ സുബ്രഹ്മണ്യം ബന്ധപ്പെടുന്നത്. ഇയാൾ എന്നെ വിളിച്ചതാ, ഒരു ഇങ്ങനെ നാട്ടിൽ പോകണം. അന്നേരം ഈ അസുഖങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല വിളി. അങ്ങനെ അത് ശരിയാക്കുന്ന അവസരത്തിലാണ് ഇയാൾ താമസിക്കുന്ന റൂം സെറ്റിലായിരുന്നു. ആ കോമ്പൗണ്ട് പൊളിച്ച് ഇയാളെ കൂടെ താമസിച്ച ആൾക്കാരൊക്കെ 4 പേരെ പോയി. ഹൃദയസ്തംഭനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ബ്ലോക്ക് ഉള്ളതായി അറിയാൻ കഴിഞ്ഞത്. ശസ്ത്രക്രിയകൾക്ക് മറ്റുമായി വലിയൊരു തുക തന്നെ സുബ്രഹ്മണ്യത്തിന് ആവശ്യമായി വരും. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മരുഭൂമിയിൽ അധ്വാനിച്ചിട്ട് കടം മാത്രമാണ് ഈ മനുഷ്യന് സ്വന്തം. സുമനസ്സുകളുടെയും മനുഷ്യസ്നേഹികളുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് സുബ്രഹ്മണ്യൻ എന്ന ഈ 60-കാരൻ. ഖത്തറിൽ നിന്നും മീഡിയ വണ്ണിന് വേണ്ടി റമീസ് ചാത്തിയാറ. സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമയക്കാൻ താൽപ്പര്യപ്പെടുന്നു. പ്രമുഖ ഇലക്ട്രോണിക് ഗൃഹോപകരണ നിർമ്മാതാക്കളായ മുൻവേ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രമുഖ നടി കാജൽ അഗർവാളിനെ നിയമിച്ചു. മിസ്റ്റർ ലൈറ്റ്, മിസ്റ്റർ പ്ലസ് ബ്രാൻഡുകളുടെ പ്രചാരണത്തിനായാണ് ഇവർ പ്രവർത്തിക്കുക. ഈ ബ്രാൻഡുകളുടെ വിപണി ഇന്ത്യയിലേക്കും GCCയിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രാൻഡ് അംബാസിഡറെ നിയമിച്ചതെന്ന് മുൻവേ ഗ്രൂപ്പ് CEO അബ്ദുൽ ഗഫൂർ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.